ഇന്ത്യൻ പ്രധാനമന്ത്രി ലക്ഷദ്വീപിൽ പോയി. നിങ്ങൾക്കറിയാം, അവിടുത്തെ ഒരു ആക്ടിവിറ്റിയിൽ പങ്കെടുക്കുന്നു. അതിൻ്റെ ഫോട്ടോ എക്സ് പ്ലാറ്റ്ഫോം, അതായത് പഴയ ട്വിറ്റർ, തിരിച്ചുണ്ടായ റിയാക്ഷൻ നിങ്ങൾ മനസ്സിലാക്കണം. ഈ ട്വിറ്ററിലിട്ട ആ പിക്ചേഴ്സ്, അതായത് മോൾഡീവ്സിനെ പറ്റി പറയുന്നതും വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞത്. ആ ടൂറിസത്തിൻ്റെ പൊട്ടൻഷ്യലിനെ പറ്റി പറഞ്ഞു. ചില സംഭവങ്ങളോട് ഉദ്ഘാടനം ചെയ്തു. അവിടെ ഇന്ത്യയിൽ ഏറ്റവും വേഗത കൂടിയ ഇൻ്റർനെറ്റ് അതവിടെ ഉദ്ഘാടനം ചെയ്യുന്നു. ഇതൊരു ഗ്ലോബൽ ട്രെൻഡായിട്ട് മാറുന്നു. ട്വിറ്ററിൽ മാത്രമല്ല, ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ 4 ദിവസം കൊണ്ട് സെർച്ച് ചെയ്ത ലക്ഷദ്വീപാണ്. ഇതാണ് മാറ്റം. ഇതാണ് മോദി ഗ്ലോബൽ ലീഡറായതിൻ്റെ ഒരു കാരണം. പെട്ടെന്നാണ് അതിൻ്റെ സെർച്ച് പോകുന്നത്. എങ്ങനെയാണ് മോൾഡീവ്സ് റിയാക്ട് ചെയ്തത്? റേസിസം കലർന്ന രീതിയിൽ 3 മന്ത്രിമാർ, അത് വളരെ മോശമായ രീതിയിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടുത്തെ അഡ്മിനിസ്ട്രേഷനിലെ 2-3 ജൂനിയർ മിനിസ്റ്റേഴ്സ് എക്സ് പ്ലാറ്റ്ഫോമിൽ അറ്റാക്ക് ചെയ്യുന്നത്. എന്താണ് ഇവർക്ക് പ്രകോപനം ഉണ്ടാകാനുണ്ടായ കാരണം? അവർക്കറിയാവുന്ന വസ്തുതയാണ്, ഇന്ത്യയിൽ നിന്ന് വരുന്ന ടൂറിസം എന്ന് പറയുന്നത് ഇത് ലക്ഷദ്വീപ് വന്നു കഴിഞ്ഞാൽ അതിനെ ബാധിക്കും. എങ്ങനെ ബാധിക്കും? ഇതാണ് അടുത്ത ചോദ്യം. ഇതിനെപ്പറ്റി നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, കേരള ടൂറിസവുമായി ബന്ധപ്പെട്ട്. ഒരു വർഷം, അതായത് ഏകദേശം ഒക്ടോബർ കഴിഞ്ഞ് നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ചിൻ്റെ ഒരു 10-20 ദിവസം നോർത്ത് ഇന്ത്യയിലും വെസ്റ്റേൺ ഇന്ത്യയിലും നടക്കുന്ന വിവാഹങ്ങൾ, അതായത് വിദേശ രാജ്യങ്ങളിൽ ചാർട്ടേഡ് ഫ്ലൈറ്റിലാണ് ഇവർ പോയത്. കാരണം ഡൽഹിയിൽ ഇത്രയും വർഷം ജീവിച്ചതുകൊണ്ടുള്ള പരിചയം കൊണ്ട് പറയുകയാണ്. അപ്പം ഡൽഹിയിലാണെങ്കിൽ തന്നെയും ഇവർ ഏകദേശം 3 മുതൽ 4 കോടി രൂപ വരെയാണ് ഒരു വിവാഹങ്ങൾക്ക് സ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ പണക്കാരനുസരിച്ച് ഇതിൻ്റെ എമൗണ്ട് കൂടുകയാണ്. അപ്പോൾ ഈ വിദേശങ്ങളിലോട്ട് പോകുമ്പോഴേ ദുബായിലെ പല ഹോട്ടലിലും ഈ സീസണിൽ, അതേപോലെ മിഡിൽ ഈസ്റ്റ് ആണെങ്കിലും മോൾഡീവ്സ് ആണെങ്കിലും ഈ പറയുന്ന ശ്രീലങ്കയാണെങ്കിലും ഇത്രയും ഫുള്ളാകുന്നതിൻ്റെ കാരണം ഈ ചാർട്ടർ ചെയ്ത് ഫ്ലൈറ്റ് അങ്ങ് പോകണം. 2-3 ചാർട്ടർ ചെയ്ത് ഫ്ലൈറ്റാണ് ഒരു വിവാഹത്തിന് പങ്കെടുക്കാൻ പോകുന്നത്. ഏകദേശം 1.5 ലക്ഷം കോടി രൂപയാണ് ഈ നോർത്ത് ഇന്ത്യൻസും ഈ വെസ്റ്റേൺ ഇന്ത്യൻസും ഈ വിവാഹത്തിന് വേണ്ടി പോയി സ്പെൻഡ് ചെയ്യുന്നത്. ലാവിഷായിട്ടാണ് അവർ സ്പെൻഡ് ചെയ്യുന്നത്. കാരണം അതിൻ്റെയൊക്കെ വലിയ ഏജൻസികളുണ്ട്. ഈ ഡൽഹിയിലാണെങ്കിലും മുംബൈയിലാണെങ്കിലും അഹമ്മദാബാദിലാണെങ്കിലും വലിയ വലിയ ഏജൻസികൾ. കാരണം കോടികളുടെ സംഭവം ഇല്ല ഇത് നടക്കുന്നത്. മില്യൺസ് ബില്യൺസിൻ്റെ ബിസിനസ്സാണ് നടക്കുന്നത്. ഇത് മോൾഡീവ്സിന് കിട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു നല്ലൊരു ഭാഗം. ഇത് പെട്ടെന്ന് ഇന്ത്യൻ ടൂറിസ്റ്റുകളും NRIസും ഇത് പെട്ടെന്ന് ഐലൻഡ് ടൂറിസം ലക്ഷദ്വീപിലോട്ട് പോകുമ്പോൾ ഇവർക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഇതാണ് ഒറ്റ കാരണം. എന്താ പറഞ്ഞ ലക്ഷദ്വീപുകാരെ പറ്റി എന്താ പറഞ്ഞത്? അവർക്കെങ്ങനെ വൃത്തിയായിട്ട് ഹോട്ടൽ റൂം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? അവർക്ക് വൃത്തിയുണ്ടോ? ഒരു വനിതാ മിനിസ്റ്ററാണ്. മനസ്സിലാക്കുക. ഒരു ചരിത്രം കൂടെ പറയാം. എന്തൊക്കെ രീതിയിലാണ് ഇന്ത്യ മോൾഡീവ്സിനെ സഹായിച്ചത്? ഏറ്റവും പ്രധാനം സെക്യൂരിറ്റി. ഒരു 100-150 പേര് പോവുകയാണെങ്കിൽ ആയുധമായിട്ട്, ഞാൻ അത്രേ പറയുന്നുള്ളൂ, 100 പേര് മതി ഈ മോൾഡീവ് സർക്കാരിനെ പിടിച്ചെടുക്കാൻ. കാരണം അവിടെ ആർമി ഇങ്ങനെയുള്ള ഫോഴ്സ് ഒന്നുമില്ല. പോലീസ് പേരിന് മാത്രമേ ഉള്ളൂ. എത്രത്തോളം ദ്വീപുകളാണ് ആലോചിച്ച് നോക്കുക. 1965 ഇതൊരു രാജ്യമായി കഴിഞ്ഞപ്പം ഇതിനെ ആദ്യം അംഗീകരിച്ചത് ഇന്ത്യയാണ്. ഇന്ത്യയുടെ എല്ലാ സഹായം മോൾഡീവ്സിന് കൊടുത്തു. കാരണം തന്ത്രപരമായ സ്ട്രാറ്റജിക് ഏറിയയാണ്. അതിന് തൊട്ടടുത്തായിട്ട് അമേരിക്കൻ ബേസ് ഉണ്ട്, ഡിയാഗോ ഗ്രാഷ്യോ. നിങ്ങൾക്കറിയാത്ത സംഭവമാണ്. 1988, അതായത് ഞാൻ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത്, നിങ്ങൾക്കറിയാം അവിടെ തമിഴ് പുലികളുടെ സഹായത്തോടു കൂടി ഒരു ഗ്രൂപ്പ് ആളുകൾ, ഏകദേശം 150-200 പേരേ ഉള്ളൂ, ആ രാജ്യം പിടിച്ചെടുക്കാൻ പോയി. ഇന്ത്യയാണ് കയറി ഇടപെടുന്നത്. പിന്നീട് അതിനുശേഷം അവരുടെ സെക്യൂരിറ്റി മുഴുവൻ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ തലവേദനയായിരുന്നു.
ഈ രാജ്യം ഇന്ന് നിലനിൽക്കുന്നതിൻ്റെ കാര്യം ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഉള്ളത് കൊണ്ട് മാത്രമാണ്. മനസ്സിലാക്കുക. പിന്നീട് അത് കഴിഞ്ഞിട്ട് 1999 അവിടെ ആദ്യമായിട്ട് നല്ലൊരു ഹോസ്പിറ്റൽ, ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ഇന്ത്യ ഗവൺമെൻറ് അവിടെ പണി കഴിപ്പിച്ചു കൊടുക്കുന്നു. 2017 അത് റിനോവേറ്റ് ചെയ്ത് ഈ പറയുന്ന അവിടെയുള്ള ആൾക്കാർ ഇവിടെ വന്ന് ഡോക്ടേഴ്സ് ആക്കുന്നു, മെഡിസിൻ പാരാമെഡിക്കൽസ് അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ കൊടുത്ത് പഠിപ്പിക്കുന്നു. ആലോചിച്ച് നോക്കുക. 2018 നരേന്ദ്രമോദി സർക്കാരും അവിടുത്തെ ഗവൺമെൻറ് സോലി എന്ന് പറഞ്ഞ അവിടുത്തെ പ്രസിഡൻറ്റും ആയിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു. ഇന്ത്യ ഗവൺമെൻറ് അവർക്ക് കൊടുത്ത $1.4 ബില്യൺ സഹായമായിട്ട് കൊടുത്തു. എന്നിട്ട് അവിടെ ഒരു പോളിടെക്നിക്ക് പണിയുന്നു അതിനകത്ത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു $500 മില്യൺ SBIയുടെ ക്രെഡിറ്റ് ലൈൻ കൊടുക്കുന്നവർക്ക് സഹായം. അന്ന് മോദി പറഞ്ഞു, നിങ്ങളുമായിട്ട് നല്ല ബന്ധത്തിൽ പോകാനാണ് താല്പര്യം, നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇന്ത്യ രാജ്യത്തിന് കഴിയും. ആ ഒരു ബന്ധത്തിൽ പോയിക്കൊണ്ടിരുന്ന ഒരു രാജ്യം, കാരണം ഈ ദ്വീപ് സമൂഹം, അവർ ഈ പെട്ടെന്ന് ഇന്ത്യയെ കയറി അറ്റാക്ക് ചെയ്യാനുള്ള കാരണം എന്താ പറഞ്ഞത്? ഹമാസുമായി ബന്ധപ്പെട്ടും ഇസ്രായേലുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡ്. ഇന്ത്യ ഗവൺമെൻറ് എന്തോ ഈ പറയുന്ന പോലെ ചെറിയ ചെറിയ ദ്വീപാകും. ഇന്ത്യ ലോകത്തിലെ പവർഫുൾ നേഷനിലൊന്നാണ്. അതാണ് ഇവന്മാർക്ക് ആദ്യം മനസ്സിലാക്കി കൊടുക്കേണ്ടത്. ഈ മാൽഡീവ്സ് വളരെ സമാധാനം, എൻ്റെ ചരിത്രം എടുത്തു നോക്കും, വളരെ സമാധാനമായി പോയ ഒരു ദ്വീപ സമൂഹമാണ്. അവിടെ കേരളത്തിൽ നിന്ന് പോയ ആൾക്കാരാണ് ഈ വഹാബിസം സലഫിസം വരെ പഠിപ്പിക്കുന്നത്. ഇത് ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്. അതിനുശേഷമാണ് പുതിയ പല പാർട്ടികളെല്ലാം കൂടെ ചേർന്ന് ഫണ്ടമെൻ്റലിസ്റ്റ് ഓർഗനൈസേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അവരെല്ലാം കൂടെ പുതിയ ഗവൺമെൻറ് കൊണ്ടുവരുന്നു. ഇന്ത്യ ഗവൺമെൻറ് അന്ന് 1988 അതിനുശേഷം ഇന്ത്യ ഗവൺമെൻറ് അവിടെ 77 ഇന്ത്യയുടെ ഒരു ബേസ് അവിടെ ഉണ്ടായിരുന്നു. ആ ഗവൺമെൻറ് ആവശ്യപ്പെട്ട ശേഷമാണ് ഏകദേശം 77 പരം പട്ടാളക്കാർ, 2 ഹെലികോപ്റ്റർ, പിന്നെ ഒരു ഡ്രോൺ എയർക്രാഫ്റ്റ്, ഇതെല്ലാം അവിടെ കൊടുത്തു. കാരണം എന്തുവാ? പിന്നെ അത് കഴിഞ്ഞിട്ട് ഏകദേശം 3000-ഓളം പേരെ മാൽദീവിയൻ നാഷണൽ ഡിഫൻസ് ഫോഴ്സ് അവർക്ക് ഇന്ത്യയിൽ വന്ന് ട്രെയിനിങ് കൊടുത്തു. പിന്നീട് അവർ നാർക്കോട്ടിക്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തടയാൻ വേണ്ടി അതിന് നേവിയും ഇന്ത്യൻ നാർക്കോട്ടിക് ബ്യൂറോയും അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു. ഇതെല്ലാം ഇന്ത്യ ഉണ്ടാക്കിയെടുത്താണ് അവിടെ ഈ പറയുന്ന സംഭവമെല്ലാം. അവിടെ എയർപോർട്ട് പോലും ഇന്ത്യൻ കമ്പനിയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ആലോചിച്ച് നോക്കുക. അത്രമാത്രം സഹായമാണ് ഇന്ത്യ മാൽഡീവ്സിന് കൊടുത്തത്. ഇന്നും അവിടുത്തെ ആൾക്കാർ ഏറ്റവും കൂടുതൽ മെഡിക്കൽ അതിന് വരുന്ന ഇന്ത്യയിലാണ്. അവിടെ എത്രയോ പേര് ഇന്നും ഇന്ത്യയിൽ പല മെഡിക്കൽ കോളേജിലും എഞ്ചിനീയറിംഗ് കോളേജിലും പഠിക്കുന്നുണ്ട്. ഫ്രീ ആയിട്ട് അവരെ പഠിപ്പിക്കുന്നത്. അപ്പം അതിനുശേഷമാണ് ഇവർ ചൈനയോട് താല്പര്യം കാണിച്ചിട്ട് ഇന്ത്യൻ പട്ടാളക്കാരെ അവിടെ പുറത്താക്കണം. ഇതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അവരുടെ മുദ്രാവാക്യം. പുതിയ ഗവൺമെൻറ്റിൻ്റെ പല പാർട്ടികളുടെയും മേജർ സ്ലോഗൻ അതായിരുന്നു. അവർക്ക് ചൈനയുമായിട്ട് താല്പര്യമാണ് കൂടുതൽ. അവിടുത്തെ പ്രസിഡന്റ് ഇപ്പോഴ് ടർക്കിയിൽ പോയി, UAE പോയി, ചൈനയിൽ പോയി പണം വാങ്ങാൻ പോയേക്കുവാണ്. അതായത് ഇന്ത്യയെ പാഠം പഠിപ്പിക്കാൻ. ആലോചിച്ച് നോക്കുക. ഇതാണ് തലയ്ക്കകത്ത് ഈ മതവും എല്ലാം കൂടെ കയറി വന്നുള്ള പ്രശ്നം. അവസാനം ഈ രാജ്യത്തിൻ്റെ സ്ഥിതി എങ്ങനെയായി പോകുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഡൗൺ ദ ലൈൻ 5 years ഈ രാജ്യം എങ്ങോട്ട് പോകും? ശ്രീലങ്കയുടെ സ്ഥിതി നിങ്ങൾ കണ്ടത്. അതേപോലെ ഉഗാണ്ട, അങ്ങനെ പല രാജ്യങ്ങളും ഇവരൊക്കെ ചൈന ഫൈനാൻസ് ചെയ്തു. ചൈന ഇതങ്ങ് ഏറ്റെടുക്കും. കാരണം ഇവിടെ പട്ടാളമില്ല, അതുമില്ല, ഇതൊന്നുമില്ല. ഇതാണ് അബദ്ധങ്ങളും ബ്ലണ്ടറും കാണിക്കുന്നത്. ഒരു രാജ്യത്ത് ഒരു മതത്തിൽ കയറിയുള്ള ഭരണം മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ സ്ഥിതി ദുരന്തമാണ്. അതിപ്പോൾ തുടങ്ങാൻ പോവുകയാണ് മാൽഡീവ്സിൽ. അതിന് തുടക്കക്കാരാണ് മലയാളികൾ. എന്താണ് ഇത്രമാത്രം ലക്ഷദ്വീപിനെ കണ്ട് ചൊറിയാനുണ്ടായ കാരണം? ആ വാക്ക ഉപയോഗിക്കുന്നത്. ലക്ഷദ്വീപിനെ ഇപ്പം കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ഓൾറെഡി അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. ലക്ഷദ്വീപിൽ 1500 കോടി രൂപ മുടക്കി പുതിയ എയർപോർട്ട് പണിയാൻ പോവുകയാണ്. ലക്ഷദ്വീപ് എന്ന് പറയുന്നത് വലിയ സംഭവമായിട്ട് മാറി. ഹവായ്, ജമൈക്ക, അതേപോലെ ഐലൻഡ് ടൂറിസം ഉണ്ട്, ഭയങ്കര പൊട്ടൻഷ്യലാണ്.
അങ്ങനെ വന്നു കഴിയുമ്പോൾ ബേസിക്കലി ഇന്ത്യ മാൾഡീവ്സിന് കൊടുത്ത അടി തന്നെയാണ് ഇത്. കാരണം അവിടുത്തെ പൊളിറ്റിക്കൽ ചേഞ്ച് ഇന്ത്യ മനസ്സിലാക്കിയിട്ട് നേരത്തെ മുൻകൂട്ടി കണ്ടു ഇതാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇന്ത്യൻ ആലോചിച്ച് നോക്ക് എത്രമാത്രം ലക്ഷദ്വീപും മാൾഡീവ്സും ട്രെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ. കാരണം ഇന്ത്യയെ തൊട്ട് കളിക്കുന്ന രീതിയിൽ മാൾഡീവ്സ് വന്നു കഴിഞ്ഞപ്പോൾ പിക്ചർ മാറി. സിമ്പിളാണ്. കാരണം ഇന്ത്യ വളർത്തിയെടുത്തുകൊണ്ട് വന്ന ദ്വീപസമൂഹമാണത്. ഞാൻ നേരത്തെ പറഞ്ഞു 100 പേര് വന്നു കഴിഞ്ഞാൽ പിടിച്ചെടുക്കാവുന്ന സംഭവമുള്ളത്. അതിനിടയ്ക്ക് തന്നെ പല പ്രാവശ്യം അവിടെ കൂപ്പ് നടക്കാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ ഇൻ്റലിജൻസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടുത്തെ ഗവൺമെൻറ് 1988 മുതൽ അവരാണ് പലരെയും അടിച്ചൊതുക്കി മാറ്റുന്നത്. നിങ്ങൾക്കറിയാമല്ലോ ഒരു കമ്മ്യൂണിറ്റിക്കകത്ത്, പ്രത്യേകിച്ച് ഇസ്ലാമിക് കമ്മ്യൂണിറ്റിക്കകത്ത് അവർ ജനാധിപത്യത്തെ വിശ്വസിക്കാത്ത ആൾക്കാർ ഇതിനകത്തൂടെ കയറി വരും. അവർക്കിത് പിടിച്ചെടുക്കാൻ തോന്നും. അവരുടെ ഒരു പ്രശ്നമാണിത്. അപ്പോഴും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റലിജൻസ് ഇവരാണ് അതിന് തടയുന്നത്. 10-12 പ്രാവശ്യം ഉണ്ടായി. അപ്പം അവിടുന്ന് ഈ രാജ്യത്തിന് പൂർണ്ണമായിട്ട് സെക്യൂരിറ്റി കൊടുത്തു. ആ രാജ്യത്ത് ജനാധിപത്യം കൊണ്ടുവരണം, അതാണ് അവിടെ ആവശ്യമെന്ന് പറഞ്ഞു. അവിടുത്തെ വേണ്ടാത്ത പൊളിറ്റിക്സിലൊന്നും ഇന്ത്യ ഇടപെടാനേ പോകുന്നില്ല. അപ്പം അവരെ വളരെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു ദ്വീപസമൂഹം അവർക്ക് പെട്ടെന്ന് തിരിയുകയാണ്. അവർ 5 വർഷം കഴിയുമ്പോൾ ഇതിനെ അനുഭവിക്കാൻ പോവുകയാണ്. എന്തായിരിക്കും 5 വർഷം കഴിയുമ്പോൾ മാൾഡീവ്സിൻ്റെ സ്ഥിതി? അതായത് ഞാൻ ഈ മാൾഡീവ്സിൽ പല പ്രാവശ്യം പോയിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമുള്ള സ്ഥലമാണ്. അവിടെ ഈ പറയുന്ന അവർ തന്നെയാണ് അവിടെ കഴിഞ്ഞ 2 വർഷം മുമ്പ് അവിടെ വേറൊരു പ്രശ്നമുണ്ടായിരുന്നു. അവിടെ ടൂറിസ്റ്റുകൾ ഈ ഐലൻഡ് ടൂറിസം എന്ന് പറയുന്നത് ബേസിക്കലി ആ വസ്ത്രങ്ങളെല്ലാം ബിക്കിനിയൊക്കെയാണ്. അതിനെതിരെ കുറച്ച് ആൾക്കാർ, മദ്യം വിൽക്കുന്നതിനെ കുറച്ച് ആൾക്കാർ, അതാണ് മതം തലയ്ക്കകത്ത് കയറി. ഇതാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇന്ത്യ എതിർക്കുന്നത്. ഈ രാജ്യം എന്ത് ചെയ്യാൻ പറ്റും? തുണ്ടായിട്ടങ്ങ് പോകും. കാരണം അത്രമാത്രം കാരണം പലയിടത്തും പോലീസില്ല പല ദ്വീപുകളിലും. ഒരു ദ്വീപിൽ നിന്ന് അടുത്ത ദ്വീപ് 5, 6, 7, 8 മണിക്കൂർ എടുക്കും. അപ്പം അവിടെയാണ് നമ്മുടെ ലക്ഷദ്വീപ് കയറി വരുന്നത്. അതിനെതിരെ പാര വെക്കാൻ നിന്നാണ് കേരളത്തിലെ മീഡിയയും കുറച്ച് സാമൂഹ്യ വിപത്തുകളും. ആലോചിച്ച് നോക്കുക. ഇന്ന് ലക്ഷദ്വീപിലുള്ളവർക്ക് മനസ്സിലായിട്ടില്ല എങ്ങോട്ടായി പോകുന്നതെന്ന്. ലക്ഷദ്വീപ് ലോകത്തിൻ്റെ നെറുകയിലോട്ട് പോവുകയാണ് ടൂറിസം മാപ്പിൽ. ഉറപ്പായിട്ടും അതിൻ്റെ പ്രയോജനം കേരളത്തിനും കിട്ടും. അപ്പോൾ ഈ രീതിയിലുള്ള മാറ്റം ഉണ്ടായിക്കഴിഞ്ഞപ്പോഴാണ് മാൾഡീവ്സ് ഞെട്ടിപ്പോയത്. ഇതൊരു നല്ല തുടക്കമായിട്ട് ഇന്ത്യയുടെ നമ്മുടെ അയൽരാജ്യങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധത്തിൽ പോകണമെന്ന് പറയുന്ന ഒരാൾ തന്നെയാണ്. പക്ഷെ അവർ ഇത്രയും സഹായിച്ചിട്ടും അവർക്ക് പെട്ടെന്ന് ചൈനയോടാണ് താല്പര്യം, ടർക്കിയോടാണ് താല്പര്യം എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഇതിൻ്റെ പിക്ചർ മാറാൻ സമയമായി. അതുകൊണ്ട് ലക്ഷദ്വീപിനെ നമ്മൾ ഒരുമിച്ച് അതിൻ്റെ പുറകിലാണ് നമ്മൾ പോകേണ്ടത്. അതിനെയാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത്. അതാണ് ഈ വീഡിയോയിൽ പറയുവാൻ ഉദ്ദേശിക്കുന്നത്. നാരദ ടോക്സ് എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ യൂട്യൂബ് ലിങ്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കിട്ടുന്നതാണ്. ദയവായി അത് സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. താങ്ക് യു.